നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ ചേട്ടൻ മാജിക്. വാവ് വാവ് വാവ്. CSKയെ തകർപ്പൻ ജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു സഞ്ജു സാംസണും കാർത്തിക് ശർമ്മയും ചേർന്നുകൊണ്ട്. കിടിലൻ കൂട്ടുകെട്ട് അവരുണ്ടാക്കിയപ്പോൾ DCയെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റുകൾക്കാണ്. 15 പന്തുകൾ ശേഷിക്കെയാണ് CSK വിജയത്തിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത DC നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 155 റൺസ് അടിച്ചപ്പോൾ 17.3 ഓവറുകളിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു CSK. പൊളിച്ചടുക്കിയ സഞ്ജു സാംസൺ, ഒപ്പം നിന്ന് കാർത്തിക് ശർമ്മ. CSK 5ാമത്തെ വിജയമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത DCക്ക് വേണ്ടി പഥും നിസാങ്ക, KL രാഹുൽ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് അധികമൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. 4ാമത്തെ ഓവറിൽ അവരുടെ ആദ്യ വിക്കറ്റ് പഥും നിസാങ്ക മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 29 റൺസാണ്. തൊട്ടു പിന്നാലെ KL രാഹുൽ മടങ്ങി 36-ന് 2 എന്ന രൂപത്തിലേക്ക് അവർ വീണു. 15 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ച നിസാങ്കയെ മുകേഷ് ചൗധരിയാണ് പറഞ്ഞു വിട്ടതെങ്കിൽ KL രാഹുലിനെ അഖിൽ ഹുസൈൻ്റെ പന്തിൽ രുദ്രാജ് ഗെയ്ക്വാദ് പിടിക്കുകയായിരുന്നു. 13 പന്തിൽ നിന്ന് 12 റൺസാണ് അദ്ദേഹം അടിച്ചത്. നിതീഷ് റാണ 13 പന്തിൽ നിന്ന് 15 റൺസ്, കരുൺ നായർ 13 പന്തിൽ നിന്ന് 13 റൺസ്. അങ്ങനെ അവരുടെ വിക്കറ്റുകൾ വീണ് ഒരു ഘട്ടത്തിൽ 61-ന് 4. പിന്നാലെ അക്സർ പട്ടേൽ വീണു. 69-ന് 5 എന്ന രൂപത്തിലേക്ക് അവർ തകർന്നിരുന്നു. അക്സർ പട്ടേൽ 6 പന്തിൽ നിന്ന് 2 റൺസാണ് അടിച്ചത്. സ്റ്റെപ്സിനെ നൂർ അഹമ്മദ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞതാണ് ഗുർജപ്രീത് സിംഗിൻ്റെ പന്തിൽ. പക്ഷേ സ്റ്റെപ്സ് പിന്നീട് 31 പന്തിൽ നിന്ന് ഒരു 4ഉം 2 6ഉം അടക്കം 38 റൺസ് അടിച്ചു. സമീർ റിസ്വിയാണ് ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത്. 24 പന്തിൽ നിന്ന് 4 4 സഹായത്തോടെ അദ്ദേഹം 40 റൺസ് അടിച്ചിടത്താണ് 150 കടന്നത് DC. അതുപോലെ അശുതോഷ് ശർമ്മ 5 പന്തിൽ നിന്ന് 14 റൺസ് അടിച്ച് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഏതായാലും സ്കോർ ബോർഡിൽ അവർക്ക് 155 റൺസാണ് ആകെ അടിക്കാൻ പറ്റിയത്. നൂർ അഹമ്മദിൻ്റെ ബൗളിംഗ് എടുത്ത് പറയണം. 3 ഓവറിൽ 22 റൺസിന് 2 വിക്കറ്റ്. അഖിൽ ഹുസൈൻ 4 ഓവറിൽ 19 റൺസിന് 1 വിക്കറ്റ്. മുകേഷ് ചൗധരിക്ക് 4 ഓവറിൽ 31 റൺസിന് വിക്കറ്റ് കിട്ടിയപ്പോൾ ഗുർജപ്രീത് സിംഗ് വളരെ എക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞു. 4 ഓവറിൽ 29 റൺസിന് 1 വിക്കറ്റ്. ജെയ്മി ഓവേർട്ടൺ 1 ഓവർ മാത്രമാണ് എറിഞ്ഞത്. 5 റൺസിന് 1 വിക്കറ്റ് അദ്ദേഹവും നേടി. ഏതായാലും 156 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തവേ കഴിഞ്ഞ കളിയിൽ മികവ് കാണിച്ച ക്യാപ്റ്റൻ ഋതു പെട്ടെന്ന് മടങ്ങി. അദ്ദേഹം ആകെ അടിച്ചത് 6 റൺസാണ്. 13 പന്തിൽ നിന്ന് ഒരു 4 സഹായത്തോടെ 6 റൺസ്. ഉർവിൽ പട്ടേൽ 9 പന്തുകൾ 2 സിക്സറുകളുടെ സഹായത്തോടെ 17 റൺസ്. പിന്നെയാണ് സഞ്ജുവും കാർത്തിക് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട്. സഞ്ജു മറ്റൊരു ബാറ്ററും ഈ ഒരു ഗ്രൗണ്ടിൽ ഈ മത്സരത്തിൽ കാണിക്കാത്ത അത്രയും ഫ്ലുവൻ്റായിട്ടാണ് ബാറ്റ് ചെയ്തത്. മനോഹരമായ ഇന്നിങ്സിൽ 7 4ഉം 6 സിക്സറും പിറന്നു. 167.31 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 87 റൺസ് അടിച്ച് പുറത്താകുന്നു. കാർത്തിക് ശർമ്മ കഴിഞ്ഞ കളിയിൽ മികവ് കാണിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ മികവ് 31 പന്തിൽ നിന്ന് 4 4ഉം 2 6ഉം അടക്കം 41 റൺസുമായിട്ട് വിജയത്തിൽ അദ്ദേഹവും സുപ്രധാനമായ പങ്ക് വഹിച്ചു. ഏതായാലും കിടിലൻ വിജയം തന്നെ ഇതാ CSK സ്വന്തമാക്കിയിരിക്കുകയാണ്. 10 കളിയിൽ നിന്ന് 10 പോയിൻ്റാണ് ഇപ്പോൾ CSKക്കുള്ളത്. CSK 6ാം സ്ഥാനത്ത് തുടരുന്നു. ഏതായാലും പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും സജീവമാക്കി നിലനിർത്തിയിട്ടുണ്ട് CSK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരിക്കൽ കൂടി ചേട്ടനാണ് CSK നന്ദി പറയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.